ഐ അപ്രീഷിയേറ്റ് യുവർ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് വ്യത്യസ്തരായ കോച്ചുകൾ? നമ്മൾ നഴ്സറി പഠിക്കുന്നു, നഴ്സറിയിൽ ഒരു ടീച്ചർ, എൽ പി സ്കൂളിലോട്ട് വരുന്നു, അവിടെ വേറൊരു ടീച്ചർ, യു പിയിലോട്ട് വരുന്നു, അവിടെ വേറൊരു ടീച്ചർ, ഹൈസ്കൂളിലോട്ട് വരുന്നു, അവിടെ വേറൊരു ടീച്ചർ, ഹയർ സെക്കൻഡറിയിലോട്ട് വരുന്നു, അവിടെ വേറൊരു ടീച്ചർ, ഡിഗ്രിക്ക് വരുന്നു, അവിടെ വേറെ ടീച്ചർ, പിന്നെ PhD പോകുന്നുണ്ടെങ്കിൽ അവിടെ വേറൊരു ടീച്ചർ. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ, ഇത്രയുള്ള ജീവിതത്തിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്തരായ ടീച്ചേഴ്സ് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നത്? കാരണം ഓരോരുത്തരും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ കാലയളവിൽ നമ്മളെ പഠിപ്പിക്കുന്ന ശൈലി വ്യത്യാസമാണ്. ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇങ്ങനെ വ്യത്യസ്തരായുള്ള അധ്യാപകർ അല്ലെങ്കിൽ പരിശീലകർ ആണ് നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും സ്പോർട്സിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കോച്ച്, തുടക്കത്തിലുള്ള ഒരു കോച്ച്, ചിലപ്പോൾ അത് അച്ഛനും അമ്മയായിരിക്കും, അല്ലെങ്കിൽ മാമനായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. ഇങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിലോട്ട് കോച്ചായിട്ട് വരുന്നു. പിന്നീട് ജീവിതകാലം മുഴുവൻ അയാളുടെ കീഴിലാണ് ഒരു അത്ലറ്റ് പരിശീലിക്കുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല, ഒന്ന് മെഡൽ നേടുന്ന കായിക താരങ്ങളുടെ കോച്ചസിന് പ്രത്യേകമായ മെഡൽ ബോണസ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് കിട്ടണം എന്നുള്ള ആഗ്രഹം. രണ്ട്, ഒരാളുടെ വിജയം ബാക്കിയുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള ഒരു വിശാല മനസ്സ് ഇല്ലായ്മ. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല നടക്കുന്നത്. നമ്മൾ സെറീന വില്യംസിന്റെയും വീനസ് വില്യംസിന്റെയും ഒക്കെ ജീവിതം തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ അവരുടെ അച്ഛനായിരുന്നു കോച്ച്, അതിനുശേഷം വേറെ കോച്ചസ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തരായ കോച്ചസ് കടന്നു വരുന്നു. അവരാണ് അവരെ കൈപിടിച്ച് നടത്തുകയും വിജയത്തിലോട്ട് നയിക്കുകയും ചെയ്യുന്നത്. കാരണം നമ്മൾ ഓരോ തലം കഴിയും തോറും നമ്മൾ പഠിക്കേണ്ട കാര്യം, ഒന്ന്, ഒരു ലെവൽ വരെ നമ്മുടെ സ്കിൽ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പിന്നെ നമുക്ക് സ്കില്ലല്ല വേണ്ടത്, സ്ട്രാറ്റജി. കാരണം സ്കില്ലിന് വളർച്ചയ്ക്കൊരു അന്ത്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം മാക്സിമം മാത്രമേ ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കളിക്കാരനെ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടത്, നമ്മുടെ എതിരാളിയെ എങ്ങനെയാണ് മനസ്സിലാക്കി തോൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത് ഒരു നഴ്സറിയിലെ ടീച്ചർ ആയിരിക്കില്ല. അതേ സ്ഥാനത്ത് PhD പഠിപ്പിലെ ഗൈഡ് ആയിരിക്കും നമ്മൾ അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. സോ ഈ ഒരു തരത്തിൽ നമ്മളുടെ കോച്ചിങ് മേഖല മാറുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കളിക്കാർ അത് മനസ്സിലാക്കി ശരിയായ കോച്ചസിനെ, പരിശീലകരെ സ്വന്തം കരിയറിലോട്ട് കൊണ്ടുവരുന്നില്ല എങ്കിൽ, സ്വന്തം ടീമിലേക്ക് ഈ പറഞ്ഞ വ്യത്യസ്തരായ സ്പോർട്സ് ന്യൂട്രീഷനിസ്റ്റ്, അല്ലെങ്കിൽ സ്പോർട്സ് സൈക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ വിനസ് കോച്ച്, ഇവരെ കൊണ്ടുവരുന്നില്ല എങ്കിൽ, യഥാർത്ഥത്തിൽ കോച്ചസിന് ഇതിനെക്കുറിച്ചെല്ലാം അറിയാം എന്നുള്ളത്, എനിക്കത് പ്രാക്ടീസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നല്ല. ഇപ്പൊ ഞാൻ സ്പോർട്സ് ന്യൂട്രീഷനെ കുറിച്ച് 100 കണക്കിന് കാര്യങ്ങൾ പറയും. പക്ഷെ ഒരാൾക്ക് വേണ്ട ശരിയായ ന്യൂട്രീഷനെ കുറിച്ച് സജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നത് എവിടെയൊക്കെയോ വായിച്ചു, ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ട് എനിക്കറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. When I need the help of an expert, I have to consult a sports nutritionist. അല്ലാതെ എനിക്കിതറിയാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ബുക്ക് വായിച്ച്, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് എനിക്ക് കിട്ടി കഴിഞ്ഞ് കോച്ച് ഞാൻ പറയാണ് ഒരു അതാ ഇന്നത് കഴിക്കൂ എന്തും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഒന്ന് കോച്ചിങ്ങിൽ, അല്ലെങ്കിൽ ഓരോ മേഖലയിൽ നമ്മുടെ ലിമിറ്റ് മനസ്സിലാക്കണം. സോ കോച്ചിങ് എന്ന് പറയുന്ന കമ്പാർട്ട്മെന്റ് എന്റേതാണ്, ഫിറ്റ്നസ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെന്റ് വേറൊരാളുടേതാണ്, അതിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന കമ്പാർട്ട്മെന്റ് വേറൊരാളുടേതാണ്, അല്ലെങ്കിൽ മൈൻഡ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്പോർട്സ് സൈക്കോളജി എന്ന് പറയുന്നത് വേറൊരാളുടെ റോളാണ്. അത് ഷെയർ ചെയ്യുവാൻ നമ്മൾ തയ്യാറാവണം. ഒരു ടീമായി, ഒരു അത്ലറ്റിന്റെയോടൊപ്പം, അല്ലെങ്കിൽ ഒരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ നമുക്ക് വിശാല മനസ്സ് ഉണ്ടാവണം. അത് ഉണ്ടായില്ല എങ്കിൽ നമുക്ക് സൂപ്പർ ചാമ്പ്യന്മാരെ സൃഷ്ടിക്കാൻ പറ്റില്ല. നമ്മുടെ കളിക്കാർ എപ്പോഴും ഒരു മീഡിയോക്കർ പെർഫോമൻസ് ആയിരിക്കും അവരിൽ നിന്നും ഉണ്ടാവുക. വേൾഡ് ചാമ്പ്യന്മാരുണ്ടാവണമെങ്കിൽ ഇന്നൊരു വേൾഡ് ക്ലാസ് ടീം സപ്പോർട്ട് ആ അത്ലറ്റിന് ആവശ്യമാണ്. മനസ്സിലാക്കുക, നമ്മളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയും ടീച്ചേഴ്സും എല്ലാം നമുക്ക് പറഞ്ഞു തന്ന ആമയും മുയലിന്റെയും കഥയിലെ ആ മുയലിന്റെ തോൽവിയുടെ കാരണം തെറ്റായിരുന്നു. യഥാർത്ഥ കാരണം ശരിയായ സ്ട്രാറ്റജി, ശരിയായ ടീം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ മുയൽ തോറ്റത്. ജീവിതത്തിൽ ഇങ്ങനെ തോൽക്കുന്ന മുയലുകളാവാതെ ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ശരിയായ സ്ട്രാറ്റജി, ശരിയായ ടീം നമ്മളോടൊപ്പം ഉണ്ടാവണം എന്ന കാര്യം ദയവായി ഓർക്കുക.